നമസ്കാരം. നമസ്കാരം. കോൺഗ്രസിൽ എന്നും പടലപ്പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പടലപ്പിണക്കങ്ങൾ ഒരുപക്ഷെ വലിയ വലിയ പിണക്കങ്ങളായി പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് KPCC പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനും മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് അന്ന് പ്രതിപക്ഷത്തിരുന്ന VD സതീശനും തമ്മിൽ നടന്ന ചില പോർവിളികളൊക്കെ ഇപ്പോഴും നമുക്ക് മറക്കാൻ സാധിക്കില്ല. മൈക്കിന് വരെ കടിപിടി കൂടിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന് വ്യാഖ്യാനം വന്നത് കെ സുധാകരൻ സതീശൻ പറയട്ടെ, VD സതീശൻ പറഞ്ഞു അത് കെ സുധാകരൻ പറയട്ടെ എന്നുള്ളൊരു തർക്കമാണ് സ്റ്റേജിലുണ്ടായത്, അല്ലാതെ ഞാൻ പറയാം എന്നുള്ള ഒരു തർക്കമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതെന്ത് തന്നെയായാലും VD സതീശനും അതുപോലെ കെ സുധാകരനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞു. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടതാണ്. 4 ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നോട്ട് പോകാനാവാതെ ഡൽഹിയിൽ സുധാകരൻ മുറിയടച്ചിരുന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ വിഷമവൃത്തത്തിലാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിലവിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചട്ടം അനുസരിച്ചിട്ട് നിലവിൽ MP-മാരായവർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റം വരണം. കെ സുധാകരന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം എന്നുള്ളതായിരുന്നു സുധാകരൻ്റെ ആവശ്യം. സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ സീനിയർ നേതാവാണ്, കോൺഗ്രസിലെ സീനിയർ നേതാവാണ്, അദ്ദേഹം അതിനർഹനാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നു. എങ്കിലും അന്ന് സുധാകരന് ലോക്സഭയിൽ മത്സരിക്കാൻ പ്രത്യേകമായൊരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ പല ആളുകളും MP-മാരായിരുന്ന ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല ലോക്സഭയിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ള പ്രാതിനിധ്യം നോക്കുമ്പോൾ ആ നിലയും പരിങ്ങലിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശത്തോട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തോട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് ഒരു തരത്തിലാണ് സുധാകരനെയൊക്കെ അനുനയിപ്പിച്ച് 2026 തെരഞ്ഞെടുപ്പിന് വേണ്ടി രംഗത്തിറക്കിയത്. അപ്പോഴും VD സതീശനെതിരെ കൃത്യമായ നിലപാടുകൾ കൈക്കൊണ്ട് തന്നെയാണ് സുധാകരൻ മുന്നോട്ട് പോയത് എന്നുള്ളത് സുധാകരൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ലാസ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വരെ അതെ അതിൽ വരെ അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കാര്യമായ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും കണ്ടില്ല. എന്നാലിപ്പോൾ എറണാകുളത്ത് DCCയുടെ നേതൃത്വത്തിൽ നടത്തി എന്ന് പറയപ്പെടുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന രമേശ് ചെന്നിത്തലയുടെ അത്യുജ്വലമായ ആ ലഹരി വേട്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുധാകരൻ ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ആ എറണാകുളത്ത് DCC സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ യോഗത്തിൽ പങ്കെടുത്തതാവട്ടെ മട്ടാഞ്ചേരിയിലെയും പരിസര പ്രദേശത്തുമുള്ള ഗുണ്ട നേതാക്കളും അതുപോലെ തന്നെ പല ക്രിമിനൽ കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെട്ടവരും കേസുള്ളവരും തന്നെയാണ്. കെ സുധാകരൻ്റെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടിയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി കോൺഗ്രസ്സുകാർ എമ്പാടും വിട്ടിലായി. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി കെ സുധാകരൻ നിൽക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന കോൺഗ്രസിൻ്റെ അത്യുജ്വലമായ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും ക്രിമിനൽ മാഫിയ സംഘങ്ങളുമാണ് എന്നുള്ളത് കോൺഗ്രസിനെ വിഷമവൃത്തത്തിലാക്കി. ഉടനെ തന്നെ DCCയുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങുന്നു. എറണാകുളം DCC ഇത്തരം ഒരു പരിപാടി നടത്തിയിട്ടില്ല, അതിന് ആലോചന പോലും നടത്തിയിട്ടില്ല. തൊട്ടുപുറകെ കെ സുധാകരനും തിരിച്ചടിച്ചു, ഞാൻ ഒരു അനൗദ്യോഗിക പരിപാടിയിലാണ് നടന്നത്. ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടുള്ള ലഹരിക്കെതിരെയുള്ള വേട്ട ഈ സമൂഹത്തിൻ്റെ വേട്ടയാണ്, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനൗദ്യോഗികമായി നടന്ന ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫവാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയോടും VD സതീശൻ എന്ന നേതാവിനോടും കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നീരസവും പരിഭവവും പടലപ്പിണക്കവും ഇതുവരെ തീർന്നില്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുധാകരൻ എറണാകുളത്ത് വന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തത്? അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? എനിക്ക് വിഷയത്തിൽ തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ സുധാകരനൊന്നും തൻ്റേതായ വഴികൾ വെട്ടി തെളിക്കുന്നൊരു നേതാവാണ്. ഇപ്പം പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയിരിക്കെ അന്ന് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഏറ്റൊന്നായിരുന്നു പാർട്ടി ഒരു സെമി കേഡർ സിസ്റ്റമാക്കി കൊണ്ടുവരും എന്നുള്ളത്. കാരണം അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പം അവിടുത്തെ CPMൻ്റെ സംഘടനാ ചട്ടക്കൂട് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെയാണ് CPM സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം.
എന്തായാലും അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പ്രോഗ്രാമായിരുന്നു സെമി കേഡർ സിസ്റ്റം എന്നുള്ളത്. എന്തായാലും അത് അദ്ദേഹത്തിന് ഒരു പരിധി വരെ ആക്കാൻ പറ്റിയെങ്കിലും അദ്ദേഹത്തിന് എപ്പോഴും കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തെ മാറ്റുന്നു. അത് മുഴുവനാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പം ഒരു KPCC പ്രശ്നം എന്നുള്ളത് എന്തായാലും ഞാൻ കാണുന്നതിൽ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി കേരളം കണ്ടതിൽ ഏറ്റവും നല്ല KPCC പ്രസിഡന്റുമാരിൽ ഒന്ന് എനിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല നേതാക്കന്മാരായിട്ട് വെക്കാൻ പറ്റിയ രണ്ടാൾക്കാർ, ഒന്ന് കരുണാകരൻ്റെ മകൻ, രണ്ട് മുരളീധരൻ, രണ്ടാമത് ഈ പറഞ്ഞ പോലെ സുധാകരൻ അതിന് പറ്റിയ ഒരാളാണ്. അല്ല, അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഈ കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇത്രയധികം അടിവേരുണ്ടാക്കി കൊടുത്ത നേതാക്കളിൽ ഒരാൾ സുധാകരൻ തന്നെയാണ്. കാരണം CPM എന്ന് പറഞ്ഞ ആ തീവ്ര സ്വഭാവമുള്ള വിപ്ലവ പ്രസ്ഥാനത്തോട് നേരിട്ട് ഇടിച്ച് എതിർത്ത് നിൽക്കാൻ നട്ടലുള്ള ഒരു നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിനാദ്യം K. സുധാകരൻ്റെ പേര് പറയേണ്ടി വരും. ഇതിൽ നമ്മൾ പറയാണ്ട് വെക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ അന്ന് ഇത്തരത്തിൽ KSU പ്രവർത്തകർക്കെതിരെ ഈ പറഞ്ഞ പോലെ DYFIയും CPM പോലീസും പാടെ വലിയ തരത്തിലുണ്ടായപ്പോൾ അന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ കാണുന്നതും, പിന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നൊരു വീഡിയോയിലും പറയുന്നുണ്ട് നിന്നെ തച്ചോ ചോദിച്ചു. അപ്പോൾ തച്ചു എവിടേക്കാണ് തച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ ഫോൺ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അറിയുന്നുണ്ട്. ഒരാളെയും വെറുതെ വിടരുത്, ഒരാളുടെ കയ്യോ കാലോ ഒടിക്കാണ്ട് വരാൻ പാടില്ല. അങ്ങനത്തെ ഇൻഫോർമേഷൻ അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം അടിക്കടി തിരിച്ചടി എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം എപ്പോഴും നീ തിരിച്ചു കൊടുത്തോ അടി കിട്ടിയിട്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, സുധാകരൻ കോൺഗ്രസ് അദ്ദേഹം KPCC പ്രസിഡന്റായി വന്നപ്പം കോൺഗ്രസ്സുകാർക്ക് കിട്ടിയൊരു ഉന്മേഷം ഈ പറഞ്ഞ പോലെ അടിക്കടി ഇനി തങ്ങൾ ഒറ്റക്കാവില്ല എന്നുള്ളതും, കോൺഗ്രസ് ഒരു മുഖം കാണിച്ചാൽ മറ്റേ മുഖം കൂടി കാണിച്ചു കൊടുക്കുന്നവരാണ് കോൺഗ്രസ് എന്നുള്ള പൊതുവേ ചീത്തപ്പേര് കോൺഗ്രസ്സുകാർക്കുണ്ട്. അല്ലെങ്കിൽ തല്ല് കണ്ടാൽ അവിടുന്ന് ഓടി എസ്കേപ്പ് ആകുന്ന ഗാന്ധിയൻ സിദ്ധാന്തം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ ഒരു ഇന്ത്യൻ പ്രണയകഥയിലൊക്കെ ഉണ്ടല്ലോ സാധനം, മറ്റേ ഫാസിലല്ല ആരോ ഇതിൽ നടൻ അത് ഓടിപ്പോകുന്നൊക്കെ ഒരു തല്ല് കാണുമ്പോഴേക്കും പോലീസിൻ്റെ ലാത്തി കാണുമ്പോഴേക്കും ഓടിപ്പോകുന്നൊരു സമ്പ്രദായമാണ്. അപ്പോൾ അതൊക്കെ പലപ്പോഴും കോൺഗ്രസിനെ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ വലിയ മാറ്റം വന്നത് ഈ പറഞ്ഞ പോലെ സുധാകരൻ വന്നതിന് ശേഷമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗുണ്ടായിസം അദ്ദേഹത്തിന് അന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കണ്ണൂരിൽ കുറച്ച് ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ആൾ തന്നെയാണ് അദ്ദേഹം എന്നുള്ളത്. കാരണം കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വീടിനെ ബോംബേർ ആക്രമണം വരെ നടന്നിട്ടുണ്ട് പണ്ട്. അല്ല, ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരിക്കുന്ന രണ്ട് നേതാക്കന്മാരിൽ ഒന്നാണ് K. സുധാകരൻ, മറ്റൊന്നാണ് P. ജയരാജൻ. ഭാഗ്യമൊന്നോ അല്ലെങ്കിൽ അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം നിൽക്കുന്നത്. കാരണം അല്ലെങ്കിൽ എന്തോ ഒരു RSSന്റെ ആക്രമണം ഉണ്ടായിട്ടും അതിനെ ചെറുത്ത് നിന്ന് തോൽപ്പിച്ച നേതാവ് തന്നെയാണ് P. ഇന്നും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് നേതാക്കന്മാർ തന്നെയാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ആ ഒരു ചീത്തപ്പേര് P. ജയരാജനുണ്ട്. ഗുണ്ടാ നേതാവാണ്. CPM ഗുണ്ടാ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് P. ജയരാജൻ എന്നുള്ളതും, കോൺഗ്രസിനുള്ള ഗുണ്ടാ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞ സുധാകരനാണ് എന്നുള്ളൊരു ചീത്തപ്പേര് രണ്ടുപേർക്കുണ്ട്. പക്ഷേ ഈ കണ്ണൂർ പോലത്തെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ അതല്ലാണ്ട് വേറെ മാർഗ്ഗമല്ല. ഒന്ന് CPM ഗുണ്ടകളെ നേരിടാൻ സുധാകരനും, മറ്റൊന്ന് RSS BJP ഗുണ്ടകളെ നേരിടാൻ P. ജയരാജനും. അപ്പം ഈ ഒരു രണ്ട് സാധനം അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കണ്ണൂർ പൊളിറ്റിക്സ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതെന്തായിക്കോട്ടെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ DCC പറയുന്നത് അവരറിഞ്ഞിട്ടില്ല, അവരോട് ചോദിക്കാണ്ടാണ് ഈ പരിപാടി നടത്തിയിട്ട് എന്നുള്ളത്. എന്തായാലും സുധാകരൻ ഈ പരിപാടി നടത്തി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ വലിയ നേതൃത്വത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിംഗടികളും കൂടെ വന്നു എന്നുള്ള സാധനം ഞാൻ കാണുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ല, ജനസമ്മതിയുള്ള നേതാവ് തന്നെയാണ് K. സുധാകരൻ. പ്രത്യേകിച്ച് കണ്ണൂരത്തെ ഈ പറയപ്പെട്ട പോലെ കുറച്ച് ഗുണ്ടാ സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ നേതാക്കന്മാർ ഇയാളുടെ കൂടെ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇതുമായി മറ്റൊന്നുകൂടി ഒന്ന് ഞാൻ ഇടപെട്ട് സംസാരിക്കല്ല ഫാസെ. ഈ K. സുധാകരൻ ഈ കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് 102 സീറ്റ് കിട്ടില്ലായിരുന്നു ഉറപ്പായിട്ടും. കണ്ണൂർ മലബാർ ഏരിയയിൽ നന്നായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അതെ, അപ്പോൾ അതിലൊക്കെ പാർട്ടിയോട് വളരെ കൂറ് കാണിച്ചു നിന്ന നേതാവ് തന്നെയാണ് K. സുധാകരൻ, യാതൊരു സംശയമില്ല. പിന്നെ അധികാര രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലാനും കസേരകൾ മോഹമില്ലാത്ത രാഷ്ട്രീയക്കാരില്ല എന്ന് വേണമല്ലോ പറയാൻ. അപ്പോൾ അത്തരത്തിലുള്ള ചില വടംവലികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ അല്ലെങ്കിൽ തലമുതിർന്ന തട്ടലുള്ള നേതാവ് തന്നെയാണ്, ജനസമ്മതിയുള്ള നേതാവ് തന്നെയാണ് K. സുധാകരൻ. സംശയമില്ല. നമ്മൾ കണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ MP-മാരുടെ കാര്യം പറഞ്ഞപ്പം ഷാഫി പറമ്പിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് വന്നു, ബെന്നി ബെഹനാൻ വന്നു, അടൂർ പ്രകാശ് വന്നു. ഏറ്റവും അവസാനം വിജയിച്ചതിന് ശേഷം KC വേണുഗോപാൽ കൂടെ രംഗത്ത് വന്നു, തനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ചിലരൊക്കെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അധികാര കേന്ദ്രങ്ങളിൽ വരും, ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് KC എന്ന് പറഞ്ഞത് ആരും മത്സരിക്കണ്ട, MP-മാർ ആരും മത്സരിക്കണ്ട എന്ന് പറഞ്ഞ അതേ കേസ് തന്നെ ഇപ്പം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണം എന്നുള്ള. എന്തായാലും കേരള ജനത അതിനെതിരെ തിരിഞ്ഞു, സതീശൻ മുഖ്യമന്ത്രിയായി. എന്നിരുന്നാൽ പോലും ഇങ്ങോട്ട് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുറച്ചൊക്കെ ഗുണ്ടാ സെറ്റപ്പുള്ള നേതാവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്
ഇതും പങ്കെടുത്തതെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറത്തോട്ട് ഇതിനെ സതീശന്റെ തട്ടകത്തിൽ വന്ന് പണി കൊടുത്തോ? അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. കാരണം സതീശന്റെ ഈ പറഞ്ഞ പോലെ എറണാകുളം മൊത്തം തൂത്തുവാരെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരും ചെയ്തു ഈ വന്ന ഇലക്ഷനിൽ. അപ്പം അവിടെ ആ എറണാകുളത്ത് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നത് എന്നുള്ളതും, അദ്ദേഹം കണ്ണൂരിലാണ് സാധനം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തട്ടകമാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. എറണാകുളത്ത് വന്ന് അത് KPCC പോലും അറിയാറുണ്ട്, അവിടുത്തെ DCC പറഞ്ഞ് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലാണ്. അല്ല, മുഹമ്മദ് ഷിയാസ് സതീശന്റെ വലം കൈയാണല്ലോ. അതെ. പിന്നെ അതിനപ്പുറം ഈ പറഞ്ഞ പോലെ സതീശനും ഈ പറഞ്ഞ പോലെ സുധാകരനും തമ്മിൽ കോട്ടിയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ രണ്ടുപേരും പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റായ സുധാകരൻ ഒരുമിച്ചിരിക്കുന്നു. ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ ഇംഗ്ലീഷിൽ എന്തോ ചോദ്യം ചോദിക്കുന്നു, അത് സുധാകരനോട് ചോദിക്കുന്നത്. അപ്പം അതിന് മുമ്പ് വരെ ചോദ്യം പറഞ്ഞു കൊടുത്തിരുന്നത് ഈ പറഞ്ഞ പോലെ സതീശനായിരുന്നു. പക്ഷെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് പറ, ആ രീതിയിലാണ് അപ്പോൾ പറഞ്ഞത്. അപ്പോഴേക്കും ആ പ്രശ്നം അവിടെ ആ രീതിയിലോട്ട് എത്തിയത്. രണ്ടുപേരും മുഖം ചുവന്നത് ഞാൻ പ്രശ്നിച്ചായിരുന്നു. അപ്പോൾ പിന്നീട് കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വല്ലാണ്ട് അറിയില്ല, അതൊരു സത്യമാണ്. അപ്പം അത് നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് റഹീമിനെ പോലെ പഠിച്ചിട്ടൊന്നുമില്ല. അതെന്തായാലും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള അത്ര വലിയ പോരായ്മ ഒന്നുമല്ല. മലയാളം അറിഞ്ഞാൽ മതി, കാരണം മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. ഇംഗ്ലീഷ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത്ര വലിയ സംഭവമൊന്നുമായിട്ട് അതെ, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ ജനങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് തരത്തിലുള്ള സേവനം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഭാഷയ്ക്കും പരിജ്ഞാനത്തിലൊക്കെ ഉപരി ഒരു നേതാവിന് വേണ്ടത്, ഒരു ക്വാളിറ്റി എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലുള്ള പല നേതാക്കന്മാരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പൊതുപ്രവർത്തന രംഗത്ത് കേരളത്തെ ഞെട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആരുടെ പേരെടുത്ത് പറയുന്നില്ല, കാരണം വിദ്യാഭ്യാസപരമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം. അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ്. അതെ, അവർക്ക് എല്ലാം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തരത്തിൽ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. അച്ഛനും അമ്മയും എന്തായാലും ഡിഗ്രി വരെ പഠിപ്പിക്കുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ രക്ഷിതാക്കളും മിനിമം ഡിഗ്രി വരെ പഠിപ്പിക്കുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ അതിന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള കേരളത്തിന്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം പല മക്കളെല്ലാവരും പാടെ ഒരുമിച്ച് പോറ്റുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കൾക്ക്. എൻ്റെ അമ്മയും അച്ഛനൊക്കെ എപ്പോഴും പറയാറുണ്ട്, നിനക്ക് കിട്ടിയ സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് 9ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വലിയ കാര്യമാണത്. അന്ന് ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് തുല്യമായിരുന്നു ഞങ്ങൾക്ക് ഈ സാധനമൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് 4ാം ക്ലാസ് വരെ പോകാൻ വന്നുള്ളൂ. അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പണിക്ക് പോകേണ്ടി വന്നു എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ട്. എൻ്റെ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇത്തരത്തിൽ നേതാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സുധാകരൻ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ബാക്കിയായി നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എന്തായാലും ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ച നേതാവെന്നല്ല സുധാകരൻ. അല്ല, അദ്ദേഹം എന്താണ് ചങ്ങമ്പുഴയുടെ വാഴക്കല കൊണ്ടുപോയി വൈലോപ്പള്ളിയുടെ വളപ്പി കെട്ടി ഡോക്ടറേറ്റ് മേടിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ല. അതെ, എന്തായാലും റഹീമിനെ പോലത്തെ ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല ഇംഗ്ലീഷൊന്നും സുധാകരൻ പറഞ്ഞിട്ടില്ല. ആവശ്യം ഞാനത് അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് അന്ന് ഈ നീരസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സതീശനും സുധാകരനും തമ്മിൽ. അപ്പം പിന്നീട് നമ്മൾ ആ സാധനം ഒന്ന് കണക്ട് ചെയ്യുക, അതവിടെ വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്, ഈ ഇലക്ഷന് ശേഷം ആര് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു സുധാകരൻ രണ്ട് ആൾക്കാരെ പേരെ പറഞ്ഞു. ഒന്ന് രമേശ് ചെന്നിത്തല, 2 KC വേണുഗോപാൽ. അപ്പം അന്ന് തന്നെ ഉറപ്പായിരുന്നു സന്തോഷം. അതെ, ആ ഒരു സാധനം ഉണ്ട്. പിന്നെ എന്താ പറയുക, സതീശനായിട്ട് അപ്പോഴും യോജിച്ച് പോകുന്നില്ല എന്നുള്ള സാധനം അപ്പോഴേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ സതീശനുള്ള സാറ് ചോദിച്ച പോലെ സതീശനൊരു പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഒറ്റയടിക്ക് പറയാനും നമുക്ക് പറ്റില്ല. ആ ഒരു എന്താ പറയുക, എന്തായാലും സുധാകരൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അനൗദ്യോഗിക പരിപാടിയിലാണ് സംബന്ധിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ അവിടുത്തെ നേതൃത്വത്തിനേക്ക് അറിയിക്കേണ്ടതല്ലേ എന്നുള്ളതൊരു പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ തന്നെയല്ലേ നീങ്ങേണ്ടത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന KPCC പ്രസിഡന്റൊക്കെ ആയിരുന്ന സുധാകരനെ പോലുള്ള ആൾക്ക് കോൺഗ്രസിൽ നടക്കുന്ന ഓരോ യോഗത്തിൻ്റെയും പ്രത്യേകത എന്തായിരിക്കണം എന്നുള്ളത് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നടന്ന അനൗദ്യോഗിക യോഗമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും അതിലൊരു അനൗചിത്യമുണ്ട്. തീർച്ചയായും അത് VD സതീശനെതിരെ നടന്ന ഒരു സമരപ്രഖ്യാപനമായിട്ട് കാണേണ്ടതില്ല, എങ്കിലും അതിൽ ചില അസ്വാഭാവികതയുണ്ട്.